ഹലോ ഫ്രണ്ട്സ്, മുക്താനാണ്. അങ്ങനെ വീണ്ടും 3 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ബൈജിക്കാൻ അടുത്ത് എത്തിയിട്ടുണ്ട്. ബൈജിക്കാൻ അടുത്ത് വരാനുള്ള കാരണം ഓഫർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. 2018 സ്വിഫ്റ്റ് ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം മാർക്കറ്റ് വാല്യൂ 6.5 ലക്ഷം റുപ്യ മാർക്കറ്റ് വാല്യൂ വരുന്ന ഈ ഒരു വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ ഓടിച്ച നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓട്ടോമാറ്റിക് ഡീസലാണ് വരുന്നത്. 5,25,000 5,25,000 തരാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഒരു ഓഫർ തരാൻ പോകുന്നത് 2018 ഇഗ്നിസ് ഓട്ടോമാറ്റിക് അല്ലെ. ഓട്ടോമാറ്റിക് 2018 ഇഗ്നിസ് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. 80,000 കിലോമീറ്റർ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈൻ എത്ര കൊടുക്കാം? നമുക്ക് 4,65 കൊടുക്കാം. 4,65,000 കൊടുക്കാം. ഇനി എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 4,65 ഇനി ഒന്നും കുറയ്ക്കാം. 15 കുറച്ച് നമ്മൾ 4 ഫൈനലാക്കാം. 10 കുറച്ച് കൊടുക്കാം. 4,55 കൊടുക്കാം. ഓക്കെ, നിസാൻ സണ്ണിക്കുട്ടൻ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? നിസാൻ സണ്ണിക്കുട്ടൻ. നിസാൻ സണ്ണിക്കുട്ടൻ ഏതാ മോഡല്? 2013 എക്സൽ ഡീസൽ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,40 ഓടിച്ചു. 1,40 ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 1,90 കൊടുക്കാം. 1,90 കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ചെറിയ പൈസക്ക് ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇയോൺ വരുന്നുണ്ട്. 2014 മോഡൽ. 2014 മോഡൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഡിലേറ്റ്. ഓൺഷിപ്പ് തേർഡ്. കിലോമീറ്റർ 1 റീപ്ലേസ് എന്താണ്ടോ? ഇല്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 1,30 ഫൈനൽ കൊടുക്കാം. 1,30 ഫൈനൽ ആയിട്ട് കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല, ഞാൻ അടുത്ത ഓഫർ പുറത്ത് നമുക്ക് പോവാം. നമുക്ക് പുറത്ത് ഇയോണൊക്കെ നല്ല ഓഫറുകൾ ഉണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, പുറത്ത് ആൾട്ടോ ഒക്കെ ഏതാ മോഡൽ വരുന്നത്? 2012 11 10 12 10 ഉണ്ട്, 11 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ, ഈ ബ്ലൂ ഏതാ വരുന്നത്? 2012 ആൾട്ടോ. 2012 ആൾട്ടോ. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1. റീപ്ലേസ് എന്താ? റീപ്ലേസ് മേജർ ആയിട്ടൊന്നും പിന്നെ ബോണറ്റ് ക്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 1,20 കൊടുക്കാം. 2012 1,20. ഈ ആൾട്ടോ നമ്മൾ 2011. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 പോകുന്നുണ്ട്. റീപ്ലേസ് എന്താ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ 1,15 കൊടുക്കാം. 1,15 കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ വരുന്നത് 2010. ഇത് പുതിയ പേപ്പറിൽ 1,20 കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തിട്ട് 1,20 കൊടുക്കാം. ഓക്കെ, ആ എ സ്റ്റാറോ? 2009. 2010 VXI. 2010 LXI. ഓൺഷിപ്പ് സെക്കൻഡ് തന്നെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 1,25 പേപ്പർ. പുതിയ പേപ്പർ എടുത്ത് 1,25,000 കൊടുക്കാം. ഓക്കെ, ഞാൻ എ സ്റ്റാറോ? 2010 എ സ്റ്റാർ VXI ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇപ്പൊ സിംഗിൾ ആണ്. സെക്കൻഡ് ആവും. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 1,10 ഫൈനൽ കൊടുക്കാം. 1,10 ഫൈനൽ ആക്കി കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇയോണോ? 2012 മോഡല്. എന്തായാലും ടച്ചപ്പ് കാര്യങ്ങൾ എന്തായാലും ഉണ്ട്. ചെയ്യാണ്ടാവും. ഓക്കെ, അത് അടക്കം കുറച്ചിട്ട് പറഞ്ഞു. 1,15 കൊടുക്കാം. 1,10 ആക്കിയാലോ? കൊടുക്കാം. 1,10 2012 മോഡൽ. ഒരു ടച്ചപ്പ് കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് 5 രൂപയും കുറച്ചത്. ഓക്കെ, ഈ ഒരു ഈക്കോ ഏതാ മോഡൽ? 2010 മോഡല്. 2010 2010 മോഡലല്ലേ? ഓൺഷിപ്പ് പുതിയ പേപ്പർ എടുത്താണോ? എടുക്കാണ്ട്. ലാസ്റ്റ് ഫൈനൽ എടുക്കാത്ത കണ്ടീഷനിൽ നമുക്ക് 1,10 ഫൈനൽ കൊടുക്കാം. 1,10 2010 മോഡൽ ഈക്കോ കൊടുക്കാം. ഒമനി കൊടുക്കാനുള്ളതാണോ? 2005. എത്ര? ഇത് നമുക്കൊരു 60 രൂപ കൊടുക്കാം. 60 രൂപയ്ക്ക് ഒമനി 2005 മോഡല്. ഈ ഡിസൈറോ? ഡിസൈർ 2013 VXI. 2013 VXI. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്കൊരു 3 രൂപ ഫൈനൽ കൊടുക്കാം. 3 രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഈ ക്രെറ്റ 2017 എസ് ഓപ്ഷൻ. 2016 CRD 2017. ഓൺഷിപ്പ് വരുന്നത്? സിംഗിള്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 മുകളിലുണ്ട്. ഡീസൽ അല്ലേ? ഡീസൽ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് എന്തോറുണ്ട്? ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്കിതൊരു 6,90 കൊടുക്കാം. 6,90 2017 ഡീസൽ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ആൾട്ടോ ഏതാ മോഡൽ? 2009 മോഡല്. 2009 29 വരെ പേപ്പർ. LXI. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1. റീപ്ലേസ് എന്താണ്ടോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ഇത് നമുക്കൊരു 1,10 കൊടുക്കാം. 1,10 കൊടുക്കാം. ഓക്കെ, ഞമ്മ അങ്ങോട്ട് തന്നെ പോയാലോ? അപ്പൊ ബൈജുക, നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കരിപ്പൂർ കുമ്മണിപ്പറമ്പ് നയറ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഓഫർ വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാൻ വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്യുക. സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. വണ്ടി കാണിക്കാന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ നമുക്കുള്ളത്. വണ്ടി എടുക്കുന്നതിന് മുന്നേ വണ്ടി നോക്കിയെടുക്കുക നിങ്ങൾ ഉത്തരവാദിത്തമാണ്. നമുക്ക് നേരെ ഈ ഒരു ആൾട്ടോ മോഡൽ വരുന്നത് 2013 മോഡൽ LXI. 2013 LXI. ഓൺഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസ് എന്തുണ്ട്? ഡോർ
ഡോറ ബോണ്ടൊന്നുണ്ട്. ഓക്കെ ലാസ്റ്റ് പറഞ്ഞ പൈസ എത്ര? ഇത് നമുക്ക് 1.70 കൊടുക്കാം. 1.70 കൊടുക്കാം. 1,70,000. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഡോറൊന്നും റീപ്ലേസ് ഉണ്ട്. ഓക്കെ മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 മോഡല്. 2013 ഡീസൽ പെട്രോൾ? ഡീസൽ VDI. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.20. 1.20. റീപ്ലേസ് ഒന്നുണ്ടോ? ഇല്ല ഒന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞത്? 1.20. ഓക്കെ ലാസ്റ്റ് പറഞ്ഞ പ്രൈസ് എത്ര? നമുക്ക് 1.40 3.40 കൊടുക്കാം. 3,40,000 മാക്സിമം ഓൺ ചെയ്ത് 2013 ഡീസൽ. ഓക്കെ ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2012 ഡീസൽ. 2012 ഡീസൽ. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.ന്റെ മുകളിലുണ്ട്. 1.ന്റെ മുകളിൽ ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ലാസ്റ്റ് പറഞ്ഞ പ്രൈസ് എത്ര? 3.10 കൊടുക്കാം. 3.10 2012 ഡീസൽ കൊടുക്കാം. ഓക്കെ ഈ വാഗണർ ഏതാ മോഡൽ വരുന്നത്? 2016 ഓട്ടോമാറ്റിക്. 2016 ഓട്ടോമാറ്റിക് VXI. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 86,000. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ബോണറ്റ് ഗ്ലാസ് ഒരു ഡോറും ഉണ്ട്. ബോണറ്റ് ഗ്ലാസ് ഒരു ഡോറ്. 2016 മോഡൽ ഓട്ടോമാറ്റിക്. ലാസ്റ്റ് ഫൈനൽ പറഞ്ഞു നമുക്കൊരു 3.30 കൊടുക്കാം. 3.30 2016 ഓട്ടോമാറ്റിക് തന്നെ. അപ്രോൺ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്രോൺ മേജറായിട്ടൊന്നുമില്ല. ഗ്ലാസ് ബോണറ്റ് അതിനെ കൊണ്ട് എന്താ റേറ്റ് കുറഞ്ഞു. ഓക്കെ ഇനി നമ്മൾ കാണിച്ച് വ്യത്യാസം ലിവ ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ കേരള വണ്ടി. 2018 കേരള വണ്ടി ഡീസൽ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? സിംഗിൾ അല്ല, ഇത് സെക്കൻഡ് ആണ്. പിന്നെ പാർട്ടി പറഞ്ഞപ്പോ മാറ്റേണ്ടി വന്നു നമ്മളെ പേർക്ക്. നമുക്ക് 6 ഫൈനൽ കൊടുക്കാം. 6 2018 കേരള വണ്ടി കൊടുക്കാം. ഓക്കെ ഈ റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 VXI. 2015 VXI. റിഡ്സ് ഒരു ഓഫർ വരുമോ? ഓഫർ കൊടുക്കാം. ഏതാ മോഡല്? ഇത് 2015 ഡീസൽ അല്ലേ? പെട്രോൾ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഉണ്ട്. എന്താണ്? ബോണറ്റ് ഡോർ ഉണ്ട്. ബോണറ്റ് ഡോറ്. അപ്പൊ ലാസ്റ്റ് ഈ ഭാഗം കൊണ്ട് ചെറിയ വർക്ക് എടുത്താ. അപ്പൊ എത്ര ലാസ്റ്റ് ഫുൾ ഓൺ കൊടുക്കാം. നമുക്ക് ഒരു 2.90 കൊടുക്കാം. എന്താ പറയാ നമുക്ക് എന്ത് ചെയ്യാം? എന്താ മാക്സിമം നോക്കിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ നാനോ എന്താ മോഡൽ വരുന്നത്? ഇത് 2015 ഡിസ്റ്റ് ഡിക്കി ഓപ്പൺ. 2015 ഡിസ്റ്റ് ഡിക്കി ഓപ്പൺ ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക് ആണോ? അല്ലല്ല, മാനുവൽ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 87. റീപ്ലേസ് എന്താണ്ടോ? ലാസ്റ്റ് ഫൈനൽ നമുക്ക് 1.10. 1.10 കൊടുക്കാം. ഓക്കെ ഞാൻ അതേപോലെ തന്നെ റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 VDI. 2013 ഡീസൽ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.28. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ബോണറ്റ് ഗ്ലാസും മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കൊരു 3 റുപ്യ കൊടുക്കാം. 3 റുപ്യ കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ബൊലോറോ? 2012 SLX. 2012 SLX. ഓണർഷിപ്പ് 5. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 മുകളിലുണ്ട്. റീപ്ലേസ് ഒന്നുണ്ടോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഇത് നമുക്കൊരു 3.40 കൊടുക്കാം. 3.40 കൊടുക്കാം. ഈ ഒരു പറഞ്ഞ 2013 പറഞ്ഞ ഡീസൽ അല്ലേ? ഡീസൽ. ഓണർഷിപ്പ് തേർഡ് അല്ല 4. കിലോമീറ്ററോ? കിലോമീറ്റർ 1.ന്റെ മുകളിലുണ്ട്. 1.ന്റെ മുകളിൽ 1.35. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ല. നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ ലാസ്റ്റ് പറഞ്ഞ പൈസ നമുക്കൊരു 3 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 3 റുപ്യക്ക് 2013 പറഞ്ഞ കൊടുക്കാം. ഓക്കെ ഈ ഒരു ഐറ്റം ഏതാ മോഡൽ വരുന്നത്? 2016 സ്പോർട്സ്. 2016 സ്പോർട്സ്. ഓണർഷിപ്പ് സിംഗിൾ സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 80. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഡോർ എന്തോ റീപ്ലേസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൈസ് എന്തായാലും മാറും. അപ്പൊ ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്ക് 3.30 കൊടുക്കാം. 3.30 2016 മോഡൽ കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ ഈ ഒരു ആൾട്ടോ? ഇത് 2011 മോഡൽ. 2011 ആൾട്ടോ. ഓണർഷിപ്പ് സെക്കൻഡ്. LX അല്ലേ? റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ ഇത് 1.30 കൊടുക്കാം. ഓക്കെ നിസാൻ ഏകദേശം 4 വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ 1.90 കാണിച്ചു. ഈ നിസാൻ ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 മോഡൽ. 2013 റീ ആണോ അല്ലെ കേരള ആണോ? റീ ആണ്. ഓണർഷിപ്പ് സെക്കൻഡിലാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.35. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് XL. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് നമുക്കൊരു 2.10 കൊടുക്കാം. 2.10 കൊടുക്കാം. അപ്പൊ ഈ നിസാൻ ഏതാ മോഡല്? ഇത് 2012 കേരള വണ്ടി XV പ്രീമിയം. മറ്റേ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഓക്കെ പ്രീമിയം ആണ് വരുന്നത്. 2010 അല്ലേ പറഞ്ഞത്? 2012. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ല. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1.40. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 2.65 കൊടുക്കാം. 2,60,000 കൊടുക്കാം. 2012 കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ ഈ നിസാനോ? ഇത് 2012 കേരള വണ്ടി. 2012 കേരള വണ്ടി. XL ഓപ്ഷൻ. XL. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ?
കിലോമീറ്റർ 1.25. റീപ്ലേസ് എന്താ റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് പന്നൽ എത്ര? ഇത് നമുക്ക് 2.40 കൊടുക്കാം. 2.40 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഡസ്റ്ററോ? ഡസ്റ്റർ 2012 1 ടൺ. 2012 1 ടൺ. 2.60 കൊടുക്കാം. 2012 2.60. ഓൺഷിപ്പ് ആരത്? ഓൺഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.40 അങ്ങോട്ടുണ്ട്. 1.40. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ആയിരുന്നില്ല. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2.60 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണേഷൻ കിട്ടും. ഓക്കെ. എർട്ടിക്ക 2017 ZI പ്ലസ്. 2017 ZI പ്ലസ് ഡീസൽ. 90,000 കിലോമീറ്റർ ഓടി. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 90,000. റീപ്ലേസ് എന്താണോ? ഇല്ല. ഹൈബ്രിഡ് അല്ലല്ലോ? ഹൈബ്രിഡ്. ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 7.10 ഫൈനൽ കൊടുക്കാം. 7.10 2017 മോഡൽ അല്ലേ? ഡീസൽ ഹൈബ്രിഡ് പ്ലസ്. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. നല്ല റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. ഇനി വെന്റ വരുന്നുണ്ട്. വെന്റ ഏതാ മോഡൽ വരുന്നത്? 2016 ഓട്ടോമാറ്റിക്. 2016 ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ്? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.28. റീപ്ലേസ് എന്താണ്ടോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്ക് 4.30 കൊടുക്കാം. 4,30,000 ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. ഇനി XUV വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2017 18 രജിസ്റ്റർ W6. W6 ആണ് വരുന്നത്. 17-18 രജിസ്ട്രേഷന്. ഓൺഷിപ്പ്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 1.16. 1.16 ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ് എന്താണ്ടോ? ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ? ലാസ്റ്റ് ഫൈനൽ എത്ര ഓടിക്കുന്നത്? നമുക്കൊരു 7.5 കൊടുക്കാം. 7,00,000 രൂപയ്ക്ക് മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചു. ബൈജുക ഓണം സ്പെഷ്യൽ ഓഫർ ആയിട്ട് മാക്സിമം കാറുകൾക്ക് വില കുറച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബൈജുക്കാരുടെ നമ്പർ ഞാൻ അടി കൊടുക്കാം. ഒന്നും കൂടി കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ. കരിപ്പൂർ എയർപോർട്ടിന് തൊട്ടടുത്ത്. കോഴിക്കോട് കരിപ്പൂര്. കോഴിക്കോട് മലപ്പുറം കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ നേരെ പെട്രോൾ പമ്പ് തൊട്ടടുത്ത്. EMA കോളേജ് ആണ് അടുത്തുള്ള പറയാം. ഓക്കെ. അപ്പൊ അവിടെ കാർവൺ യൂസർ കാറിലേക്ക് വന്നാൽ മതി. എന്തായാലും ബൈജുക്കാരുടെ നമ്പറും കാര്യങ്ങളും അടി കൊടുക്കുക. അപ്പൊ ആരും മിസ്സാക്കാൻ നിൽക്കണ്ട.